ഹായ്, മിസ്റ്റേക്ക് വേൾഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ അവണി അനിൽകുമാർ. ഇന്ന് നമ്മളൊരു സ്ഥലം വരെ പോവാണ്. വേറെ എങ്ങോട്ടുമല്ല, എല്ലാവർക്കും സുപരിചിതമായ കേരളത്തിലെ പ്രശസ്ത ടൂറിസ്റ്റ് കേന്ദ്രങ്ങളിലൊന്നായ വാഗമണ്ണിലേക്കാണ്. പോകുന്ന വഴിക്കുള്ള കാഴ്ചകളും വിശേഷങ്ങളും ഞാൻ നിങ്ങളായിട്ട് ഷെയർ ചെയ്യാം. നമുക്ക് പോവാം. മീറ്റർ ഉയരത്തിൽ കോട്ടയം, ഇടുക്കി ജില്ലകളിലായി വ്യാപിച്ചു കിടക്കുന്ന വിനോദസഞ്ചാര കേന്ദ്രമാണ് വാഗമൺ. ഒരു തവണ വന്നാൽ വീണ്ടും വീണ്ടും വരാൻ തോന്നുന്ന കേരളത്തിലെ സ്ഥലമാണിത്. ഇതാണ് പുള്ളിക്കാനം. ഈ റൈറ്റ് സൈഡിലേക്കുള്ള വഴി തൊടുപുഴ കാഞ്ഞാറിലേക്കുള്ളതാണ്. നമ്മള് വാഗമൺ ടൗൺ എത്താറായി. ഇതാണ് വാഗമൺ ടൗൺ. നല്ല ഇനം തേയില ഇവിടെ ലഭിക്കും. തേയില ആവശ്യമുള്ളവർക്ക് ഇവിടെ വരുമ്പോൾ മേടിക്കാം. ഈ റൈറ്റ് സൈഡിൽ കാണുന്ന ഈരാറ്റുപേട്ടയ്ക്കുള്ള വഴിയാണ്. നമ്മളിപ്പോൾ മുട്ടക്കുന്നിന്റെ ഫ്രണ്ടിലാണ് നിൽക്കുന്നത്. അങ്ങോട്ടുള്ള പ്രവേശനം പാസ് മൂലമാണ്. നമുക്ക് പാസ് എടുക്കാം. ഇവിടെ ഒരു ചെറിയ ലേക്ക് ഉണ്ടെന്ന് അറിഞ്ഞു. ആദ്യം നമുക്ക് അങ്ങോട്ട് പോയാലോ? പലർക്കും അറിയില്ല. നമുക്ക് കാണാം ആ ലേക്ക് എങ്ങനെയുണ്ടെന്ന്. നമ്മൾ എൻട്രൻസിൽ നിന്ന് കുറച്ചിങ്ങോട്ട് കടന്നു വന്നു. ഇവിടെ കുറെ മൊട്ടക്കുന്നുകളുടെ നടുക്കായിട്ടൊരു തടാകമുണ്ട്. നല്ല രസമാണ് ഇവിടെയൊക്കെ കാണാൻ. പക്ഷെ നിങ്ങൾ ഈ ലേക്കിൽ ഇറങ്ങരുതെന്ന് വാർണിംഗ് ബോർഡ് ഉണ്ട്. നമുക്ക് മറ്റു കാഴ്ചകളിലേക്ക് പോകാം. മൊട്ടക്കുന്നുകൾ വളരെ ഉയരത്തിലുള്ള സ്ഥലമായതിനാൽ ഇടിമിന്നലേൽക്കാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് മിന്നൽ രക്ഷാ ചാലകങ്ങൾ മൊട്ടക്കുന്നുകളിൽ അവിടെ ഇവിടങ്ങളിലായി കാണാം. ആ കാണുന്ന ഒരു മിന്നൽ രക്ഷാ ചാലകമാണ്. താഴെ കാണുന്ന വഴിയിലൂടെയാണ് മറ്റു മൊട്ടക്കുന്നുകളിലേക്കും നമ്മൾ നേരത്തെ പറഞ്ഞ ലേക്കിലേക്കും പോകുന്നത്. അങ്ങ് ദൂരെ ആരോ പട്ടം പറത്തുന്നുണ്ട്. അവിടെ ആരോ പട്ടം പറത്തുന്നുണ്ട്. ഞങ്ങളും ഒരു പട്ടം മേടിച്ചിട്ടുണ്ട്. പലരും അവിടെ ഇവിടങ്ങളിലായിട്ട് ഫോട്ടോഷൂട്ട് നടത്തുന്നുണ്ട്. പിന്നെ കുറച്ച് പേര് അവിടെ ഇരിക്കുന്നുണ്ട്, കുറച്ച് പേര് അതുവഴി നടക്കുന്നുണ്ട്. ആമിക്കുഞ്ഞ് ഞങ്ങളുടെ വട്ടം പറത്തിക്കൊണ്ടിരിക്കുക. എപ്പോഴാന്ന് പറഞ്ഞു ഇവിടെ ആമിക്കുഞ്ഞ് വട്ടത്തിന്റെ ഒപ്പം പറന്നു പോകുന്നത്. അവിടെ കുറച്ച് പേര് ഇരിക്കുന്നത് കാണാം. അവിടെ രണ്ടുപേര് ഫോട്ടോഷൂട്ട് എടുക്കുന്നുണ്ട്. അവരെ പരിചയപ്പെട്ടതിൽ അവര് മോഡലിംഗ് ആണ് ചെയ്യുന്നത് എന്ന് ഞങ്ങൾക്ക് അറിയാൻ സാധിച്ചു. അവരുടെ ഇൻസ്റ്റാഗ്രാം അക്കൗണ്ടിന്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. പറ്റുമെങ്കിൽ എല്ലാവരും അദ്ദേഹത്തെ ഫോളോ ചെയ്യണം. അവരോട് വാഗമണിനെ കുറിച്ച് എന്താണ് പറയാനുള്ളതെന്ന് ചോദിക്കാം. ഹായ് ഫ്രണ്ട്സ്, ഐ ആം ആദർശ്. മോഡലിംഗ് ആണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഞാനിപ്പോൾ നിൽക്കുന്നത് വാഗമണിലാണ്. ഇറ്റ്സ് എ നൈസ് പ്ലേസ്. അത് ആമിസ് ടെക് വേൾഡ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു യൂട്യൂബ് ചാനലിൻ്റെ ഭാഗമാകാനായിട്ട് എനിക്കും കഴിഞ്ഞു. ഇവിടെ വന്നു അവരോട് സംസാരിച്ചു. അപ്പോൾ ഈ പ്ലേസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒത്തിരി സ്ഥലങ്ങളുണ്ട് കാണാൻ. നല്ല ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള പ്ലേസാണ്. ഫസ്റ്റ് ടൈമാണ് ഞാനിവിടെ വന്നിരിക്കുന്നത്.
അപ്പോൾ ഇവരുടെ കൂടെ എൻജോയ് ചെയ്തു. താങ്ക്സ് ലോട്ട്. ഇനി നമ്മൾ പാലൊഴുകും പാറയിലേക്കാണ് യാത്ര. പലരും ലേക്കും പാലൊഴുകും പാറ വെള്ളച്ചാട്ടം ഒന്നും കാണാൻ ശ്രമിക്കാറില്ല. പക്ഷേ അവിടേക്കുള്ള യാത്രയിൽ മാത്രമേ പൈൻ വാലി എത്രമാത്രം വിസ്തൃതിയിലാണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കത്തുള്ളൂ. ഒരു ചെറിയ കടയുടെ സൈഡിൽ വീട്ടിലെ ഊണ് എന്നൊരു ബോർഡ് കണ്ടു. ഞങ്ങൾ അവിടെ നിന്ന് ഊണ് കഴിച്ചു. നല്ല ഫുഡായിരുന്നു അവിടുത്തേത്. നമ്മളുടെ വീട്ടിൽ നിന്നും കഴിക്കുന്നത് പോലെ തന്നെ ആവശ്യാനുസരണം നമുക്ക് തന്നെ വിളമ്പി കഴിക്കാം. ഇവിടെ തന്നെയുള്ള മിനി ചേച്ചിയുടേതാണ് ഈ കട. നിങ്ങളിവിടെ സന്ദർശിക്കുകയാണെങ്കിൽ ഈ കടയിൽ നിന്നും ഭക്ഷണം കഴിച്ചു പോകാം. അതുകൂടാതെ ചേച്ചിയുടെ വീട്ടിൽ ധാരാളം ചെടികളുണ്ട്. ചേച്ചിക്ക് ഈ ചെടികൾ സെയിൽ ചെയ്യാൻ താല്പര്യമുണ്ടെന്ന് പറഞ്ഞു. ഇതാണ് പാലൊഴുക്കുംപാറ വെള്ളച്ചാട്ടം. ഈ പാറകളിലൂടെ വെള്ളം പതഞ്ഞ് പാല് പോലെ ഒഴുകുന്നത് കൊണ്ടാണ് ഇങ്ങനെ പേര് വന്നത്. വെള്ളം നിറഞ്ഞ് ഒഴുകുകയാണെങ്കിൽ ഈ കാഴ്ച വളരെ മനോഹരമായിരിക്കും. എൻ്റെ ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ ബെൽ ബട്ടണിൽ ഓളും കൂടെ പ്രസ് ചെയ്യുക. എന്നാലേ ഞാൻ ഇടുന്ന വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കത്തുള്ളൂ. പാലൊഴുകുംപാറ വെള്ളച്ചാട്ടത്തിൻ്റെ നിന്നും ആവണി അനിൽകുമാർ.